ഹലോ ഫ്രണ്ട്സ്, ഹോപ്പ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. സാമൂഹ്യശാസ്ത്രം സെക്കൻഡിൽ 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം സെക്കൻഡിലെ ചാപ്റ്റർ 3 ആണ്. ജോഗ്രഫിയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന 3ാമത്തെ പാഠമാണ്. അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ് ഒരു പീഠഭൂമി എന്നുള്ളതാണ്. ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോട് കൂടിയതുമായ ഭൂപ്രദേശമാണ് പീഠഭൂമി എന്ന് പറയുന്നത്. പീഠഭൂമിനെ ഇംഗ്ലീഷിൽ പ്ലാറ്റ്യൂ എന്ന് പറയും. സ്ഥാനത്തിനെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ 3ആയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, അതിന് എക്സാമ്പിൾ ടിബറ്റൻ പീഠഭൂമിയാണ്. പിന്നെ പർവ്വത അടിവാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, അതിന് എക്സാമ്പിൾ മാൾവ പീഠഭൂമി. പിന്നെ വൻകര പീഠഭൂമികളാണ്, അതിന് എക്സാമ്പിൾ നമ്മളെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഓക്കെ, അപ്പോൾ പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ടതെന്ന് പറയുമ്പോൾ ടിബറ്റൻ എക്സാമ്പിളാണ്. പർവ്വതങ്ങളുടെ അടിവാരങ്ങളിലാകുമ്പോൾ മാൾവ ആണ് എക്സാമ്പിൾ. പിന്നെ വൻകര പീഠഭൂമികൾക്ക് എക്സാമ്പിളാണ് ഛോട്ടാ നാഗ്പൂർ. ഓക്കെ, ഇനി ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഉത്തര മഹാസമതലത്തിനും തീരസമതലത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇതിന് ഒരു ഷേപ്പ് ഉണ്ട്, പ്രത്യേക ഷേപ്പ് ഉണ്ട്. അത് ഏകദേശം ക്രമരഹിതമായ ത്രികോണാകൃതിയിലാണ്. ഒരു ത്രികോണം തല തിരിച്ച് പിടിച്ച പോലെ, ഇന്ത്യയുടെ താഴെ ഭാഗത്തേക്ക് ഒരു കോണ് പോലെ കണ്ടിട്ടില്ലേ, അതുപോലെ. അതായത് ക്രമരഹിതമായ ഒരു ത്രികോണാകൃതിയിലാണ് ഉപദ്വീപീയ പീഠഭൂമിൻ്റെ ഷേപ്പ് കിടക്കുന്നത്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 600 മുതൽ 900 മീറ്റർ വരെയാണ്. പിന്നെ ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ്. ഓക്കെ, ഏറ്റവും വിസ്തൃതിയേറിയ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, പിന്നെ ഗുജറാത്തും. പിന്നെ ഈ താഴോട്ട് വരുന്ന സമയത്ത് തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം, പിന്നെ ഒഡീഷയും കൂടി ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഓരോരോ അതിരുകൾ നോക്കുകയാണെങ്കിൽ കിഴക്ക് സൈഡിൽ പൂർവ്വഘട്ടമാണ്, പടിഞ്ഞാറ് പശ്ചിമഘട്ടമാണ്, വടക്ക് ഭാഗത്ത് ഉത്തരേന്ത്യൻ സമതലമാണ്. നമ്മൾ തൊട്ട് മുന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. പിന്നെ തെക്ക് ഭാഗത്താണെങ്കിൽ നീലഗിരിയാണ്. ഓക്കെ, നീലഗിരി എന്ന് പറയുമ്പം ഈ പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും സംഗമിക്കുന്ന ആ ഒരു ഏരിയയിൽ നീലഗിരിയാണല്ലോ ഉള്ളത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ മേലെയാര ഉത്തരേന്ത്യൻ സമതലമാണ് ഉള്ളത്. ഓക്കെ, ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എന്നുള്ളത് ഓർക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും വിസ്തൃതിയേറിയ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗമാണ് ഈ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതുള്ളത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിൻ്റെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയി തിരിക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വണ്ണ് ഡെക്കാൻ പീഠഭൂമിയാണ്, രണ്ടാമത്തത് മധ്യ ഉന്നത തടമാണ്. ഈ മധ്യ ഉന്നത തടം എന്ന് വെച്ചാൽ നമ്മളെ മാൾവ പീഠഭൂമി, അതിനെ തന്നെ പറയുന്ന വേറെ പേരാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വണ്ണ് ഡെക്കാൻ പീഠഭൂമി, പിന്നെ മധ്യ ഉന്നത തടം. ഓക്കെ, ഇനി ഡെക്കാൻ പീഠഭൂമിയിലേക്ക് കടക്കാം. ഓക്കെ, പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായി സത്പുര പർവ്വതത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഒരു പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരായി സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളാണ് ഫസ്റ്റ് വൺ മൈക്കല നിരകൾ, പിന്നെ സത്പുര പർവ്വതം, മഹാദിയോ കുന്നുകൾ. ഓർത്ത് വെച്ചേക്കുക, 2 വെച്ചിട്ട് മൈക്കല നിരകളും മഹാദിയോ കുന്നുകളും ഉണ്ട്, അതേപോലെ സത്പുര പർവ്വതമുണ്ട്. ഇത് 3ഉം ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിരാണ്. ഓക്കെ, വടക്കൻ അതിരുകളാണ് മൈക്കല, മഹാദിയോ, സത്പുര പർവ്വതം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ 3 ഓപ്ഷൻസ് വരുന്ന അധികം മിക്കവാറും നമുക്ക് അതിൽ പെടാത്തതെന്നുള്ള രീതിക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പദമുണ്ടായത്. ഇത് PC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദക്ഷിൺ എന്നർത്ഥമുള്ള പദത്തിൽ നിന്ന്, തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പദമുണ്ടായത്. ഓക്കെ, പിന്നെ ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്ന പരൽരൂപ ശിലകളാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് ഒക്കെ പറയുന്നത്. ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഡെക്കാൻ പീഠഭൂമി ഉണ്ടാക്കിയിരിക്കുന്ന ശിലകളാണ്. ഓക്കെ, ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം രൂപം കൊള്ളാൻ കാരണമായ ശിലയാണ് ബസാൾട്ട്. നമുക്കറിയാം ഈ ഡെക്കാൻ പീഠഭൂമി മെയിൻലി കറുത്ത മണ്ണാൽ സമ്പുഷ്ടമാണ് അല്ലേ. അത് ഈ ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞിട്ടാണ് ഫോം ചെയ്യുന്നത് എന്ന്
ഓർത്ത് വെച്ചേക്കുക. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നാണ്. ബസാൾട്ടിന് അപക്ഷയം സംഭവിച്ച് രൂപം കൊണ്ട മണ്ണാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണിന്റെ വേറെ പേരാണ് കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്നൊക്കെ പറയുന്നത്. ഇത് പരുത്തിക്കും കരിമ്പിനും ഒക്കെ നല്ല മണ്ണാണ്. ഓക്കെ, സ്യൂട്ടായിട്ടുള്ള മണ്ണാണ്. ഇനി കറുത്ത മണ്ണിന്റെ കുറച്ച് പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ അതിന് ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയും കൂടുതലായിരിക്കും. പിന്നെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതാണ്. പരുത്തിക്ക് നല്ല തൂവെള്ള നിറമല്ലേ, അപ്പം വെള്ളയ്ക്ക് കറുപ്പാണ് ചേരാന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം പരുത്തി കൃഷിക്ക് ഏതാ കറുത്ത മണ്ണാണ് യോജിക്കുക. അപ്പോൾ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. പിന്നെ ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതുലവണങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് പശ്ചിമഘട്ടത്തിലേക്ക് കടക്കാം. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായാണ് പശ്ചിമഘട്ട പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ, നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡായിട്ട് കേരളമൊക്കെ ഉള്ള ഭാഗത്തായിട്ട് മാപ്പ് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ആ ഭാഗത്താണ് പശ്ചിമഘട്ടം. അപ്പം തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെയാണ് പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ പശ്ചിമഘട്ട പർവ്വതനിരയുടെ ഉയരം കൂടിക്കൂടി വരുന്നു. പശ്ചിമഘട്ടത്തിന്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ആണ്. 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ ഏകദേശം ഒരു നീളം. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താ നമുക്കറിയാം, സഹ്യപർവ്വതം എന്നാണ് അല്ലേ. ഉപദ്വീപീയ ഇന്ത്യയിലെയും തെക്കേ ഇന്ത്യയിലെയും ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടി ഈ ഒരു സഹ്യപർവ്വതത്തിന്റെ ഭാഗമാണ്, ഈ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. 2695 മീറ്റർ ആണ് ഈ ആനമുടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് PSCന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആനമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളം. താലൂക്ക് ദേവികുളം, ഇടുക്കി. ദേവികുളം എന്നുള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചേക്കുക. ഇടുക്കി ജില്ലയിലുള്ള ദേവികുളത്താണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിലെ ഭാഗമാണ് ആനമല. പശ്ചിമഘട്ടത്തിന്റെ വിവിധ പേരുകളും സംസ്ഥാനങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ ആനമല, ഏലമല എന്നൊക്കെ അറിയപ്പെടുന്നത് കേരളത്തിലാണ്. എന്നാൽ ഈ കർണാടകം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലൊക്കെ പശ്ചിമഘട്ടത്തിന്റെ പേര് നീലഗിരി എന്നാണ്. പിന്നെ മഹാരാഷ്ട്ര, ഗോവ, കർണാടക റീജിയണിൽ സഹ്യാദ്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ആനമല, ഏലമല, പിന്നെ കർണാടകം, തമിഴ്നാട് ഒക്കെ നീലഗിരി എന്നാണ് പറയുക. പിന്നെ സഹ്യാദ്രി അറിയപ്പെടുന്ന എവിടെയൊക്കെയാ, മഹാരാഷ്ട്ര, ഗോവ, കർണാടക. ഓക്കെ, ഇനി നമുക്ക് പൂർവ്വഘട്ടം നോക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിരായിട്ടാണ് പൂർവ്വഘട്ടം കാണപ്പെടുന്നത്. ഈ പൂർവ്വഘട്ടം എന്ന് പറയുമ്പോൾ കിഴക്ക്, പൂർവ്വം, കിഴക്ക്. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായാണ് ഈ മലനിരകൾ കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിനെ അപേക്ഷിച്ച് താരതമ്യേന ഹൈറ്റ് കുറഞ്ഞ കുന്നുകളാണ് ഇവിടെ ഉള്ളത്. പൂർവ്വഘട്ടത്തിൽ എത്തുമ്പോൾ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള കുന്നുകളാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെയാണ് പൂർവ്വഘട്ടത്തിന് വ്യാപ്തിയുള്ളത്. അപ്പോൾ ഒഡീഷ ടു തമിഴ്നാട് ഓർത്ത് വെച്ചേക്കാം. മറ്റേതേതാ, ഗുജറാത്ത്, തമിഴ്നാട്. അപ്പോൾ ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെയാണെങ്കിൽ പശ്ചിമഘട്ടം, എന്നാൽ ഒഡീഷ മുതൽ തമിഴ്നാട് വരെയാണെന്നുണ്ടെങ്കിൽ അത് പൂർവ്വഘട്ടം. പൂർവ്വഘട്ടത്തിന്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണ്. നമുക്കിവിടെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നത് പശ്ചിമഘട്ടത്തിന്റെ നേർപകുതിയാണ് പൂർവ്വഘട്ടം. ഓക്കെ, 1600 ആണ് നമ്മൾ പശ്ചിമഘട്ടം പഠിച്ചത്. എന്നാൽ പൂർവ്വഘട്ടത്തിന്റെ നീളം എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പം ഒന്നുകൂടി പറയാം, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇനി പൂർവ്വഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ജാവടി കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി. പൂർവ്വഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ജാവടി കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി. ഇതൊക്കെ പൂർവ്വഘട്ടത്തിലുള്ളതാണ്. നമ്മൾ ഈ പശ്ചിമഘട്ടം പഠിച്ചപ്പം ആനമുടി ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഈ പൂർവ്വഘട്ടത്തിലുള്ളത് ജിന്താഗഡ കൊടുമുടിയാണ്. അതായത് പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ജിന്താഗഡ കൊടുമുടി. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1690 മീറ്റർ ആണ്. 1690. ഓക്കെ, നമ്മൾ പഠിച്ചു പശ്ചിമഘട്ടത്തിലെ കുന്നുകളിനെക്കാട്ടും ഹൈറ്റ് കുറവാണ് പൂർവ്വഘട്ടത്തിലേതെന്ന്. അപ്പം ജിന്താഗഡ കൊടുമുടിൻ്റെ ഹൈറ്റ് ഓർത്ത് വെച്ചേക്കുക 1690 മീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് നീലഗിരി കുന്നുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. പശ്ചിമഘട്ടത്തിൻ്റെയും പൂർവ്വഘട്ടത്തിൻ്റെയും സംഗമ സ്ഥാനം
സ്ഥാനത്തിനെയാണ് നമ്മൾ നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലുള്ള മലനിരകളാണ് നീലഗിരി കുന്നുകൾ. നീലഗിരിയിലെ സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി, കൂനൂർ, കോട്ടഗിരി ഒക്കെ പറയുന്നത്. ഇതെല്ലാം തമിഴ്നാട്ടിലാണ് കേട്ടോ. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് ഊട്ടി. ഈ ഊട്ടിക്ക് ഒരു പഴയ പേരുണ്ട്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഉദകമണ്ഡലം എന്നാണ്. ഇത് PSCന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഊട്ടിയുടെ പഴയ പേര് ഉദകമണ്ഡലം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം നീലഗിരിയാണ്. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ പ്രദേശമാണ് ദൊഡാബേട്ട. ഈ ദൊഡാബേട്ടയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 2637 മീറ്റർ ആണ്. ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മധ്യ ഉന്നത തടം പഠിക്കാം. സത്പുര പർവ്വതനിരയ്ക്ക് വടക്ക് ഭാഗത്തായി ഉപദ്വീപീയ പീഠഭൂമിയുടെ വിഭാഗമാണ് മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ വേറൊരു പേരാണ് മാൾവ പീഠഭൂമി എന്ന് പറയുന്നത്. മധ്യ ഉന്നത തടത്തിൻ്റെ മറ്റൊരു പേരാണ് മാൾവ പീഠഭൂമി. മധ്യ ഉന്നത തടത്തിൻ്റെ പടിഞ്ഞാറേ അതിരായി സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് അരാവലി. ആരവല്ലി അല്ലെങ്കിൽ അരാവലി എന്നൊക്കെ പറയുന്നത് മധ്യ ഉന്നത തടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. മാൾവ പീഠഭൂമിയിലുള്ള ഏറ്റവും ഹൈറ്റ് ഉള്ള കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് അബു ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മൗണ്ട് അബു രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യ ഉന്നത തടത്തിൽ നിന്നും ഗംഗാ നദിയിലേക്ക് നേരിട്ട് ഒഴുകിച്ചേരുന്ന പോഷക നദി കോസിയാണ്. അതേപോലെ കിഴക്ക് ഈ ഒരു ഗംഗാ നദിയിലേക്ക് പോകുന്നത് പോലെ തന്നെ യമുന നദിയിലേക്കും പോകുന്നുണ്ട്. യമുന നദിയിലേക്ക് ഒഴുകിച്ചേരുന്നത് ബെത്വ, ചമ്പൽ എന്നീ 2 നദികളാണ്. അപ്പോൾ മധ്യ ഉന്നത തടത്തിൽ നിന്ന് ഗംഗാ നദിയിലേക്ക് പോകുന്നത് കോസി, യമുന നദിയിലേക്ക് പോകുന്നത് ബെത്വ, ചമ്പൽ. ഓക്കെ. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പടിഞ്ഞാറേ അതിരായി സ്ഥിതി ചെയ്യുന്നത് അരാവലിയാണ്. അതേപോലെ കിഴക്ക് ഭാഗത്തുള്ളത് ഛോട്ടാ നാഗ്പൂർ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കാം. രാജ്മഹൽ കുന്നുകൾക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികൾ കാണപ്പെടുന്നത്. ആ ഏരിയയിൽ കുറച്ച് പ്രധാനപ്പെട്ട ലോഹധാതുക്കളും കൂടിയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇരുമ്പയിരിൻ്റെ നിക്ഷേപം കാണപ്പെടുന്നുണ്ട്. അതേപോലെ ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇനി ഛോട്ടാ നാഗ്പൂർ മേഖലയിൽ കാണപ്പെടുന്ന അലോഹധാതുക്കളാണ് ചുണ്ണാമ്പുകല്ല്, കൽക്കരി എന്നിവയൊക്കെ. അപ്പോൾ അലോഹധാതുക്കൾ ചുണ്ണാമ്പുകല്ല്, കൽക്കരിയൊക്കെയാണ്. ഇനി ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഈ ഒരു ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിനെ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണപ്പെടുന്ന നദി, അതിലെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ദാമോദറാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ ഏറ്റവും വലിയ ഉപപീഠഭൂമിയാണ് റാഞ്ചി. റാഞ്ചി നമുക്കറിയാം ജാർഖണ്ഡിന്റെ ക്യാപിറ്റലാണ്. ഇനി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം എന്ന് പറയുന്നത് പരശ്നാഥ് കുന്നുകളാണ്. ഈ പരശ്നാഥ് കുന്നുകളും ജാർഖണ്ഡിലാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്. അപ്പം ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഒരുമിച്ച് പഠിക്കുക. അതേപോലെ ബംഗാൾ, ബീഹാർ ബാബ വെച്ചിട്ട് പഠിക്കുക. പിന്നെ ഒഡീഷ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്നത് എവിടെയൊക്കെയാ? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ, ബീഹാർ, ഒഡീഷ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയിലേക്ക് കടക്കാം. മെയിനായിട്ട് പൊതുവെ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പൊതുവെ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് കേട്ടോ അനുഭവപ്പെടുന്നത്. പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 5 ഘടകങ്ങളുണ്ട്. അത് എടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ നോക്കി വെച്ചേക്കുക. ഉഷ്ണമേഖലയുടെ സ്ഥാനം, പിന്നെ ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം എപ്പോഴും കാലാവസ്ഥയെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. പിന്നെ പർവ്വതനിരകളുടെ കിടപ്പ്, പിന്നെ മൺസൂൺ കാറ്റിൻ്റെ ഗതി. ഓക്കെ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉഷ്ണകാലത്തെ ശരാശരി താപനില എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെക്സ്റ്റിൽ എടുത്ത് പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് വെച്ചേക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉഷ്ണകാലത്തെ ശരാശരി താപനില 30 ഡിഗ്രി സെൽഷ്യസ്.
ഡെക്കാൻ പീഠഭൂമിയിലെ താപനില എന്ന് പറയുന്നത് 38°C വരെ. അത് ഉയരുന്നത് മാർച്ച് മാസത്തിലാണ്. ഓക്കെ, ഇനി ഊട്ടി, കൊടൈക്കനാൽ, വയനാട് തുടങ്ങിയ പ്രദേശങ്ങൾ ഉഷ്ണമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെ അനുഭവപ്പെടാൻ കാരണം എന്താണ്? അവിടെ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ ഊട്ടി, കൊടൈക്കനാൽ, വയനാട് എന്നുള്ള സ്ഥലങ്ങളൊക്കെ ഉഷ്ണമേഖലയിലാണ് ഉള്ളത് എങ്കിൽ കൂടിയിട്ടും അവിടെ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അതിനുള്ള റീസൺ സമുദ്രനിരപ്പിൽ നിന്നും അത് ഒരുപാട് ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. ഉയരം കൂടുന്തോറും തണുപ്പ് കൂടി വരുമല്ലേ. ഓക്കെ, ഇനി ഉപദ്വീപിന് പുറത്തുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന മാർബിള്, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ, പിന്നെ ഗുജറാത്തിലെ കച്ച് കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകൾ, പിന്നെ മേഘാലയ പീഠഭൂമി. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു നമ്മൾ പറഞ്ഞ് ട്രയാങ്കിൾ ഷേപ്പിലാണ്, ട്രയാങ്കിൾ തലതിരിച്ച് വെച്ചുള്ള പോലെയാണ് ഏകദേശം ഈ പീഠഭൂമി ഉള്ളത് എന്ന്. എന്നാൽ അത് കൂടാതെ ഉപദ്വീപീയ പീഠഭൂമിയുടെ പല ഭാഗങ്ങളും ഇന്ത്യയുടെ അവിടെ ഇവിടെയായിട്ട് ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. ആ 3 എണ്ണമാണ് മെയിനായിട്ടും പറയുന്നത്. ഫസ്റ്റ് വൺ രാജസ്ഥാനിലാണ്, സെക്കൻഡ് വൺ ഗുജറാത്തിലാണ്, പിന്നെ മേഘാലയയിലാണ്. ഓക്കെ, രാജസ്ഥാനിലും ഗുജറാത്തിലും മേഘാലയയിലുമായിട്ട് ഉപദ്വീപിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിൻ്റെ പുറത്ത് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ ഭൗമചലനങ്ങൾ കാരണമാണ് ഇത് നീങ്ങിപ്പോയത് എന്നുള്ളതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഗുജറാത്തിലെ കച്ച് കത്തിയവാർ, പിന്നെ മേഘാലയ പീഠഭൂമി, പിന്നെ രാജസ്ഥാനിലുള്ള ജയ്സാൽമീറിൽ അവിടെയുള്ള കായാന്തരിത ശിലാനിർമ്മിത കുറച്ച് ഭാഗങ്ങളുണ്ട്. അതെല്ലാം അങ്ങനെ വേർപെട്ട് കാണപ്പെടാൻ കാരണം ഭൗമചലനങ്ങളാണ് എന്നുള്ളത് കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് മഴനിഴൽ പ്രദേശങ്ങൾ നോക്കാം. മഴനിഴൽ പ്രദേശം എന്ന് വെച്ചാൽ എന്താ? കടലിൽ നിന്ന് ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങളിൽ തട്ടി ഉയരുകയും ഘനീഭവിച്ച് മഴമേഘങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ചിത്രത്തിൽ നോക്കുക, കടലിൽ നിന്ന് ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റ് ഈ പർവ്വതത്തിൻ്റെ ഒരു സൈഡിൽ മഴ പെയ്യുന്നു, എന്നാൽ അപ്പുറത്തെ സൈഡിൽ മഴ ഉണ്ടോ? ഇല്ല. അതായത് പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ധാരാളം മഴ ഉണ്ട്, എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ മഴയില്ല, അല്ലേ? അപ്പോൾ പർവ്വതങ്ങളുടെ പ്രതിമുഖ വശത്ത് താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ്. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾ നോക്കി വെച്ചേക്കാം. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ കുറയാൻ കാരണം പശ്ചിമഘട്ടം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിനെ തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങൾക്ക് മുകളിലൂടെ വീശുന്നതിൽ നിന്നും തടയുന്നു. ഓക്കെ, പശ്ചിമഘട്ടം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് കാറ്റിന് മഴേനെ ഈർപ്പത്തിനെയും കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈർപ്പരഹിതമായ കാറ്റേ അപ്പുറത്തേക്ക് പോകുന്നുള്ളൂ, മഴ ഫുള്ള് കിട്ടുന്നത് ഇപ്പുറത്തെ സൈഡിലാണ്. ഓക്കെ, ഇനി നമുക്ക് ദൈനിക താപാന്തരം എന്താന്ന് പഠിക്കാം. ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള ഡിഫറൻസിന്റെ പേരാണ് ദൈനിക താപാന്തരം. എന്താ? ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന ഏറ്റവും കൂടിയ ടെമ്പറേച്ചറും ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനി രാത്രി താപം കുറയുന്നത് കൊണ്ട് പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങൾ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം കൂടുന്നു എന്ന് കൂടി ഓർത്ത് വെച്ചേക്കാം. രാത്രി കാലത്ത് താപം കുറവാണ് അനുഭവപ്പെടുക. അപ്പോൾ പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങൾ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടും. കാരണം രാത്രി ഒടുക്കത്തെ തണുപ്പാണ് എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കുള്ള ചൂടും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഡിഫറൻസ് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ദൈനിക താപാന്തരം കൂടും. ഇവിടെ അന്തരം എന്നുള്ള വേർഡ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഡിഫറൻസ് ആണ് എന്നുള്ളത്. ഇനി പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചരിവൊഴികെ ഉപദ്വീപീയ പീഠഭൂമിയിൽ താരതമ്യേന മഴ കുറവാണ് എന്നുകൂടി ഓർത്ത് വെച്ചേക്കും. ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ മഴ കുറവാണ്. ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ലഭിക്കുന്ന മഴയുടെ അളവ് എന്ന് പറയുന്നത് 250 സെൻറ്റിമീറ്റർ മുതൽ 400 സെൻറ്റിമീറ്റർ വരെയാണ്. എന്നാൽ കിഴക്കേ ചരിവിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് എത്ര മഴയെ കിട്ടുന്നുള്ളൂ? 50 സെൻറ്റിമീറ്ററിൽ കുറവ് മഴ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതും ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ടെക്സ്റ്റിൽ എടുത്ത് പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഈ ഉപദ്വീപിലൊക്കെ പൊതുവെ വരണ്ട കാലാവസ്ഥ തന്നെയാണ്.
വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ അനുഭവപ്പെടുന്നത് വരണ്ട കാലാവസ്ഥ തന്നെയാണ്. ഓക്കെ, ഉപദ്വീപിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ, അതായത് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഭാഗങ്ങളിലേക്കൊക്കെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ ചുഴികൾ മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് റീജിയണിലൊക്കെ മഴ ലഭിക്കാൻ കാരണം ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കാറ്റുകളാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ന്യൂനമർദ്ദ ചുഴികളാണ് മഴ പെയ്യിപ്പിക്കുന്നത്. ഇനി ഉപദ്വീപീയ നദികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പെനിൻസുലാർ റിവേഴ്സ്. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശത്തിനെ വിളിക്കുന്ന പേരാണ് നദിയുടെ വൃഷ്ടിപ്രദേശം എന്നുള്ളത്. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണെങ്കിൽ നീർത്തടം. അപ്പം നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് വെച്ചാൽ ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ്. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് നദിയുടെ വൃഷ്ടിപ്രദേശം. വൃഷ്ടി ചെയ്യുന്ന വൃഷ്ടിപ്രദേശം. ഓക്കെ, കാച്ച്മെൻറ്റ് ഏരിയ. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് നീർത്തടം എന്ന് പറയുന്നത്, ഡ്രെയിനേജ് ബേസിൻ. പിന്നെ രണ്ട് നദികളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖേൻ്റെ പേരാണ് ജലവിഭാജകം, വാട്ടർ ഡിവൈഡ്. ഓക്കെ, ഈ ജലവിഭാജകത്തിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ അടുത്ത് നടന്ന ഒരു 10th ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പശ്ചിമഘട്ടമായിരുന്നു. അതായത് ഉപദ്വീപീയ ഇന്ത്യയിലുള്ള പ്രധാന ജലവിഭാജകം അതാണ് പശ്ചിമഘട്ടം. ഈ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് എന്നാണ് കേട്ടോ ആ ക്വസ്റ്റ്യൻ വന്നത്. ഇവിടെ ജലവിഭാജകം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് ഒന്നുകൂടിയും പറയാം, രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ്. ഇത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നറിയോ? ഫസ്റ്റ് തന്നെ ഈ ഒരു ഇന്ത്യനെ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിൻ്റെ പോർഷൻ നല്ല വിസ്തൃതി ഉണ്ടെന്ന് നമ്മളിപ്പോൾ തന്നെ പഠിച്ചു. ആ ഒരു പോർഷൻ്റെ ചരിവ് എന്ന് പറയുന്നത് കിഴക്ക് സൈഡിലേക്കാണ്. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ ഒട്ടുമിക്ക നദികളും കിഴക്ക് ഭാഗത്തേക്കാണ് ഒഴുകുന്നത്. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് കേരളത്തിലുള്ള നദികൾ ഫുൾ ഒഴുകുന്നതെന്ന്. അതിന് കാരണം എന്താ? അതിന് കാരണം കേരളത്തിൻ്റെ ഈ ഒരു ഭൂപ്രകൃതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഈ കേരളത്തിൻ്റെ ഒരു ബോർഡർ ഭാഗത്തായിട്ട് നമുക്ക് പശ്ചിമഘട്ടം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പശ്ചിമഘട്ടം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഉപദ്വീപീയ പീഠഭൂമിൻ്റെ ചരിവിനെക്കാട്ടിലും പടിഞ്ഞാറോട്ടുള്ള ചരിവാണ് പശ്ചിമഘട്ടം കാരണം കേരളത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ നദികളൊക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ജലവിഭാജകമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഈ പശ്ചിമഘട്ടം എന്നുള്ളത് ഓർക്കുക. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലവിഭാജകമാണ് ഈ പശ്ചിമഘട്ടം. ഓക്കെ, ഇപ്പോൾ PYQ ആണ്, റീസെൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ പഠിച്ച് വെച്ചേക്കാട്ടോ. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഓക്കെ, ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന ഭാഗം എന്ന് പറയുന്നത് പശ്ചിമഘട്ടം ആണ് കേട്ടോ. ഉപദ്വീപീയ നദികളെ മൂന്നായി തിരിച്ചിരിക്കുന്നു. മെയിൻലി കിഴക്കോട്ട് ഒഴുകുന്നത്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്, വടക്കോട്ട് ഒഴുകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ കിഴക്കോട്ട് ഒഴുകുന്നത് നോക്കാം. കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികളുണ്ട്. സെക്കൻഡ് വൺ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികളുണ്ട്. പിന്നെ വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികളുണ്ട്. അപ്പോൾ യമുനയിലേക്ക് ഒഴുകുന്നവ, ഗംഗയിലേക്ക് ഒഴുകുന്നവ രണ്ടും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപ നദികളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഉത്ഭവസ്ഥാനം എപ്പോഴും ആരായിരിക്കും? പശ്ചിമഘട്ടമായിരിക്കും കേട്ടോ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്ന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളും. ഒന്നുകൂടി പറയാം, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഓർത്ത് വെച്ചേക്കുക, കിഴക്കോട്ടൊഴുകുന്നവയാണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഗോദാവരിൻ്റെ നീളം എന്ന് പറയുന്നത് 1465 കിലോമീറ്റർ ആണ്. അത് 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുള്ള ഒരു നദിയാണ്. ഓക്കെ, വൃഷ്ടിപ്രദേശം എന്താണെന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശത്തിനെയാണ് നമ്മൾ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗോദാവരിയുടെ വൃഷ്ടിപ്രദേശം എത്രയാണ്? 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി ഈ ടേബിൾ ഒന്ന് നോക്കാം. നദി ഉത്ഭവം, പ്രധാന പോഷക നദികൾ, നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ എന്നീ ഓർഡറിൽ 4 നദികളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഫസ്റ്റ് തന്നെ മഹാനദി. മഹാനദി എന്ന് പറയുന്നത് റായ്പൂരിലെ സിഹാവ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഛത്തീസ്ഗഡിലാണ് റായ്പൂരിലെ സിഹാവ കുന്നുകളിലാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് 2 എണ്ണം. ഇബ്, ടെല്ല്. ഈ ചെറിയ പേരുകൾ അല്ലേ, കുഞ്ഞു പേരുകൾ. ഇബ്, ടെല്ല് രണ്ടും വരുന്നത് ആരതാ? മഹാനദീൻ്റെതാണ്.
ഇനി നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കൂടിയാണ് മഹാനദി ഒഴുകുന്നത്. ഓക്കെ. ഇനി ഗോദാവരി നദി നമ്മൾ പഠിച്ചു ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ്. അപ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങളിൽ കൂടി ഒഴുകുന്നുണ്ട് അല്ലേ. അപ്പോൾ മഹാരാഷ്ട്രയിലെ നാസിക് എന്നുള്ള സ്ഥലത്താണ് ഉത്ഭവിക്കുന്നത്. പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി ഒക്കെ ഈ ഗോദാവരീൻ്റെ പോഷക നദികളാണ്. ഇന്ദ്രാവതി, ശബരി ഒക്കെ ആയിരുന്നു ആദ്യ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രാൺഹിത ഒരു പുതിയ ഫാക്റ്റാണ്. അത് പ്രാൺഹിത എന്നുള്ള പോഷക നദീൻ്റെ പേര് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ഓക്കെ. ഇനി കൃഷ്ണ നദി മഹാരാഷ്ട്രയിലുള്ള മഹാബലേശ്വറിലാണ് ഉത്ഭവിക്കുന്നത്. നമ്മൾ പണ്ടേ പഠിച്ചു പോരുന്ന ഒരു കോഡാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന് പറയുമ്പോൾ മഹാബലവാനാണ് കൃഷ്ണൻ. അപ്പോൾ ഭഗവാനെ കുറിച്ചിട്ട് ഓർത്തിട്ട് അവന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ മഹാബലവാനാണ് കൃഷ്ണൻ. അപ്പോൾ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. ഭീമ, കൊയ്ന, തുംഗഭദ്ര എന്നിവ ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. അപ്പോൾ കൃഷ്ണയുടെ പോഷക നദികൾ തുംഗഭദ്ര, ഭീമ, കൊയ്ന. ഓക്കെ. ഇത് ഒഴുകുന്ന പ്രദേശം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. ഇനി കാവേരി നദിയാണ്. കാവേരി നദി ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കർണാടകത്തിലാണ് ബ്രഹ്മഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. കബനി, ഭവാനി, അമരാവതി എന്നുള്ളതൊക്കെ കാവേരി നദീൻ്റെ പോഷക നദികളാണ്. ഓക്കെ. നമ്മൾ പഠിക്കുന്നുണ്ട് ഇവിടുന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഒരു 3 നദികളുണ്ടെന്നല്ലേ. അതായത് ടോട്ടൽ കേരളത്തിൽ 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ടും 3 തമിഴ്നാട് ഭാഗത്തേക്കും കർണാടക ഭാഗത്തേക്കും ഒഴുകിയിട്ട് ചെന്ന് ചേരുന്ന നദി. ഈ 3 ചെന്ന് ചേരുന്ന നദി എന്ന് പറയുന്നത് ഏതാണ്? അത് കാവേരിയാണ് കേട്ടോ. അപ്പോൾ കാവേരി നദിയിലേക്കാണ് കബനി, ഭവാനി, അമരാവതി എന്നീ നദികൾ പോകുന്നത്. പാമ്പാറുണ്ട് കേരളത്തിൽ നിന്ന് പോകുന്നത്, അതിൽ കണക്കിൽപ്പെടുത്തിയിട്ടില്ല. ഓക്കെ. അതും ആ കാവേരി നദി തന്നെയാണ് പോയിട്ട് പതിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പം നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ കർണാടകം, തമിഴ്നാട്, കേരളം. ഓക്കെ. ഇനി നമുക്ക് ഓരോ പേരുകളിൽ അറിയപ്പെടുന്നത് നോക്കാം. അതായത് വൃദ്ധഗംഗ, ദക്ഷിണഗംഗ, ഇങ്ങനെ രണ്ടും അറിയപ്പെടുന്നത് ഗോദാവരിയാണ് കേട്ടോ. ഇത് 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൃദ്ധഗംഗ, ദക്ഷിണഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് ഗോദാവരിയാണ്. അപ്പോൾ ഈ ഗോദാവരി എന്ന് പറയുമ്പോൾ ഒരു അമ്മമ്മേൻ്റെ ഒക്കെ പേര് പോലല്ലേ, ഒരു വയസ്സായ ആളെ പേര് പോലല്ലേ. അപ്പോൾ വൃദ്ധയായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് ഓർക്കാം. പിന്നെ അതിൻ്റെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്കല്ലേ നമ്മൾ ദക്ഷിണയൊക്കെ കൊടുക്കുക. അപ്പം ദക്ഷിണ വെക്കുന്നതെന്നൊക്കെ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പം ദക്ഷിണഗംഗ, വൃദ്ധഗംഗ ഒക്കെ ഗോദാവരിയാണ്. ഓക്കെ. ഇനി അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഏത് നദിയാ? അത് കൃഷ്ണ ആണ് കേട്ടോ. അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ. പാതാളഗംഗ എന്നറിയപ്പെടുന്നതും കൃഷ്ണ തന്നെയാണ്. ഇനി ഇന്ത്യയിലുള്ള ഏറ്റവും നീളം കൂടിയ 2ാമത്തെ നദി അതാണ് ഗോദാവരി നദി. ഡെക്കാൻ മേഖലയിലുള്ള ഏറ്റവും നീളമുള്ള നദിയാണ് ഗോദാവരി. ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും നീളം കൂടിയ 2ാമത്തെ നദിയാണ്. ഫസ്റ്റ് വൺ ഏതാ? ഗംഗ. ഓക്കെ. ഇനി ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഗോദാവരി. 2 ഫാക്റ്റും പഠിച്ചല്ലോ. ഇനി വലുപ്പത്തിൽ 2ാമതുള്ള ഉപദ്വീപീയ നദി ഏതാന്ന് നോക്കാം. അതാണ് കൃഷ്ണ. അതായത് 3ാം സ്ഥാനം കാവേരി, സെക്കൻഡ് കൃഷ്ണ, ഫസ്റ്റ് ഗോദാവരി. ഓർത്ത് വെച്ചേക്കാം. ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും നീളമുള്ള നദിയാണ് ഗോദാവരി. സെക്കൻഡ് വൺ കൃഷ്ണ, തേർഡ് വൺ കാവേരി. സെറ്റല്ലേ? ഇനി കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ കർണാടകം, പിന്നെ തമിഴ്നാട് കർണാടകം സംസ്ഥാനങ്ങൾ തമ്മിലാണ് കാവേരി നദീജലത്തിൽ പ്രശ്നം നിലനിൽക്കുന്നത്. കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതും സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടാക്കിയതുമായ കരാർ നിലവിൽ വന്ന വർഷം 1924. ഇത് എടുത്ത് തന്നെ ഒരു ബോക്സിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതിനാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. എത്ര വെള്ളമാണ് കൊടുക്കുക എന്നുള്ളത് വരെ ആ ഒരു ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. കാവേരി നദീജല പ്രശ്നം പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇയർ 1990 ആണ്. 1990 കാവേരി നദീജല പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് 2007 പുറത്തു വന്ന അന്തിമ വിധി അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും പ്രതിവർഷം നൽകേണ്ട ജലത്തിൻ്റെ അളവ് നോക്കാം. ഫസ്റ്റ് വൺ തമിഴ്നാടിന്
419 TMC വെള്ളം കൊടുക്കണം എന്നാണ് പറയുന്നത്. TMC എന്ന് വെച്ചാൽ എന്താ? ഒരു TMC എന്ന് പറഞ്ഞാൽ 1000 ദശലക്ഷം ക്യൂബിക് അടി ആണ് കേട്ടോ. ഒരു TMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ദശലക്ഷം ക്യൂബിക് അടിയാണ്. അപ്പോൾ TMC എന്ന് വെച്ചാൽ എന്താ? 1000 മില്യൺ ക്യൂബിക് ഫീറ്റ്. ഓക്കെ, 1000 മില്യൺ ക്യൂബിക് ഫീറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ തമിഴ്നാടിന് 419 TMC ജലം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കർണാടകത്തിനോ 270 TMC ജലമാണ് കൊടുക്കേണ്ടത്. കേരളത്തിന് 30 TMC, പുതുച്ചേരിക്ക് 7 TMC. അപ്പോൾ ഏറ്റവും കൂടുതലായിരിക്കും തമിഴ്നാടിനാണ് കേട്ടോ. ഇനി കേരളത്തിൽ ഉത്ഭവിച്ചിട്ട് കാവേരി നദിയിൽ ചേരുന്ന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നദി അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്നുള്ള ഓർഡറിൽ നോക്കിപ്പോവാം. ഫസ്റ്റ് വണ്ണ് ഭവാനി. ഭവാനി ഉത്ഭവിക്കുന്നത് നീലഗിരി മലയിലാണ്, ചെന്ന് ചേരുന്നത് കാവേരി നദിയിലാണ്. അതേപോലെ അമരാവതി നദി, അത് ചെന്ന് ചേരുന്നത് ഈ കാവേരി നദി തന്നെയാണ്, ആനമലയിലാണ് ഉത്ഭവിക്കുന്നത്. ഈ അമരാവതിയിലേക്കാണ് കേട്ടോ നമ്മളെ പാമ്പാറ് പോയി പതിക്കുന്നത്. കേരളത്തിൽ നിന്ന് കബനി, ഭവാനി, പാമ്പാർ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അതിൽ ഈ അമരാവതി നദിയിലേക്കാണ് പാമ്പാർ ഒഴുകി പോകുന്നത്. പാമ്പാർ ഒരു കുഞ്ഞു നദി ആയതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ട് എടുത്ത് പറയാത്തത്. അത് അമരാവതിയിലേക്കാണ് ചേരുന്നത്. അപ്പോൾ അമരാവതി നദിയാണ് പിന്നെ കാവേരി നദിയിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് വെള്ളംകിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരി നദിയിൽ ചേരുന്ന നോയൽ നദി, നോയൽ. ഓക്കെ, പിന്നെ തിരുമണിമുത്താർ നദി, അതും ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കേട്ടോ. അമരാവതിയും തിരുമണിമുത്താറും ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരി നദിയിൽ ചേരുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഉപദ്വീപിലെ മറ്റു നദികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവൊന്നും ഉണ്ടാവാറില്ല. അതിനൊരു റീസൺ ഉണ്ട്. ഈ വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും 2 മഴയും ആർക്ക് കിട്ടുന്നു? ആ മഴയിലത്തെ വെള്ളവും ആർക്ക് കിട്ടുന്നുണ്ട്? കാവേരി നദിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വറ്റിപ്പോവാറില്ല എന്നുള്ളത് ടെക്സ്റ്റിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഉഷ്ണകാലത്ത് കാവേരി നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്ക് കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാവേരി നദിയിൽ വർഷം മുഴുവൻ വെള്ളം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് പഠിക്കാനുള്ളത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ നർമ്മദ, താപ്തി എന്നിവ ഒഴികെ നദികളുടെ ഉത്ഭവസ്ഥാനം പറയാന്നുണ്ടെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചരിവാണ്. ഓക്കെ, ഈ പടിഞ്ഞാറേ ചരിവ് ആ ഒരു തീരസമുദ്രത്തിലൂടെ ഒഴുകി അറബിക്കടലിലേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ നർമ്മദ, താപ്തി എന്നിവ കേട്ടോ. നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടാണ് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് നമുക്ക് ഉപദ്വീപീയ നദികളെ ഒരു 4 ഓപ്ഷൻസ് തരും. അതിൽ ഒന്ന് മാത്രം പടിഞ്ഞാറോട്ട് ഒഴുകുന്നതായിരിക്കും. മിക്ക ഓപ്ഷനിലും പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നർമ്മദയോ താപ്തിയോ തന്നെയായിരിക്കും. ഈ 2 എണ്ണമാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി. ഒരുപാട് വട്ടം PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നർമ്മദ, താപ്തി നദികളുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങളാണ്. അതായത് നമ്മളെ മാൾവാ പീഠഭൂമിയില്ലേ, ആ ഭാഗത്ത് നിന്നാണ് നർമ്മദയും താപ്തിയും ഒക്കെ ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലെ ദുവാൻധാർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി എന്ന് പറയുന്നത് നർമ്മദ നദിയാണ്. നർമ്മദയിലെ പ്രധാനപ്പെട്ട വിവിധോദ്ദേശ നദീതട പദ്ധതികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സർദാർ സരോവർ പദ്ധതി, ഒന്ന് ഗുജറാത്തിലാണ് സർദാർ സരോവർ പദ്ധതി. പിന്നെ എടുത്തു പറയുന്നതാണ് നമ്മളെ നർമ്മദ ബച്ചാവോ ആന്തോളൻ. അതിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൻ്റെ പേരാണ് കേട്ടോ. ഈ നർമ്മദ നദിയിൽ വലിയ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ജനകീയ പ്രതിരോധത്തിൻ്റെ പേരാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിൻ്റെ നേട്ടങ്ങൾ 3 നേട്ടങ്ങളാണ്. ഒന്ന്, ലോകബാങ്ക് ഒക്കെ പിന്മാറാൻ വേണ്ടി ഈ ഒരു പ്രക്ഷോഭം കാരണമായി. അതായത് സഹായിക്കാം എന്ന് പറഞ്ഞത് ലോകബാങ്ക് ആയിരുന്നു. അപ്പോൾ ആ ഒരു സഹകരണമൊക്കെ ഒഴിവായി. പിന്നെ നർമ്മദയിലെ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു പുനർചിന്തനം ഉണ്ടായി. അതായത് ഇത് വന്നാൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒന്നും കൂടിയും ഒരു അന്വേഷണം കൂടി നടത്താൻ വേണ്ടി സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ 1994 മുതൽ 1999 വരെ നർമ്മദ നദിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കാൻ വേണ്ടിയിട്ടും പറ്റി. ഓക്കെ, അപ്പം നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ഒരു പ്രക്ഷോഭമാണ്. വലിയ വലിയ അണക്കെട്ടുകൾ നർമ്മദ നദിയിൽ വരുന്നതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. അപ്പോൾ ആ പ്രക്ഷോഭത്തിന് 3 നേട്ടങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റിലുള്ളതായതുകൊണ്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി
ഇനി നമുക്ക് ഈ ടേബിൾ പഠിക്കാം കേട്ടോ. ഈ ടേബിളിൽ നമ്മൾ നേരത്തെ കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ പഠിച്ച പോലെ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന രണ്ടെണ്ണമാണ് ഈ പഠിക്കാൻ പോകുന്നത്. നർമ്മദ, താപ്തി. ഈ നർമ്മദേൻ്റെയും താപ്തിൻ്റെയും ഉത്ഭവവും പോഷക നദികളും അതൊഴുകുന്ന സംസ്ഥാനങ്ങളുമാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഉത്ഭവം. അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലാണ് ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ പോഷക നദികൾ ഹിരൺ, ബെഞ്ചാർ, കോലാർ, ഷേർ എന്നിവയാണ്. അപ്പം ഹിരൺ, ബെഞ്ചാർ, കോലാർ, ഷേർ ഒക്കെ നർമ്മദേൻ്റെ പോഷക നദികളാണ്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ പറയാച്ചാൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഈ മൂന്നെണ്ണം പഠിച്ചു വെച്ചാൽ മതി. രണ്ടിനും സെയിം ആണ് കേട്ടോ. അതായത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ കൂടെ തന്നെയാണ് താപ്തിയും ഒഴുകുന്നത്. ഈ താപ്തി ഉത്ഭവിക്കുന്നത് എന്നാൽ എവിടെയാണ്? മുൾത്തായ് പീഠഭൂമിയിലാണ് കേട്ടോ. കുട്ടികളൊക്കെ മുട്ടായി തപ്പിയെടുക്കുന്നു ഓർത്ത് വെച്ചാൽ മതി. മുട്ടായി എന്ന് പറയുമ്പോൾ മുട്ടായി, ഇപ്പം മിഠായി ഒക്കെ കിട്ടിയാൽ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ താപ്തി മുൾത്തായ് പീഠഭൂമി കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, മധ്യപ്രദേശിലുള്ള മുൾത്തായ് പീഠഭൂമിയിലാണ് താപ്തി ഉത്ഭവിക്കുന്നത്. പൂർണ്ണ, ഗിർന, ഗോവൈ, അനർ എന്നൊക്കെ പറയുന്നതാണ് താപ്തിൻ്റെ പോഷക നദികൾ. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കുക. പൂർണ്ണ, ഗിർന, ഗോവൈ, അനർ. ഓക്കെ, ഇത് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇനി നമുക്ക് വടക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ നോക്കാം കേട്ടോ. മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകി യമുനാ നദിയിലേക്കും നേരിട്ട് ഗംഗാ നദിയിലേക്കും ചെന്നു ചേരുന്ന നദികളാണ് ഗംഗാ നദിയുടെ ഉപദ്വീപീയ പോഷക നദികൾ. ഉദാഹരണത്തിന് ചമ്പൽ, ബെത്വ, സോൺ ഒക്കെയാണ് കേട്ടോ. മാൾവ പീഠഭൂമിയിലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഗംഗയിലേക്കും പിന്നെ യമുനയിലേക്കും, ഗംഗയിലേക്കും യമുനയിലേക്കും പോകുന്നവയാണ് വടക്കോട്ടൊഴുകുന്നവ. ഇനി മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും തുടർച്ചയായ അപരദനത്തിലൂടെ ചാലുകൾ പോലെയുള്ള ഒരു ഭൂരൂപം സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് റെവെയിൻസ് എന്ന് പറയുന്നത്. റെവെയിൻസ് ഓർത്ത് വെച്ചേക്കാം. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും അതിൻ്റെ പോഷക നദികളും തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകളുടെ പേരാണ് റവൈൻസ്. ഈ റവൈൻസുകളെ പിക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. റവൈനുകൾ നിഷ്ഫല ഭൂപ്രകൃതിയാണ്, ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫിയാണ്. അവിടെ ഉള്ളതൊക്കെ ഈ നദികൾ ഒഴുക്കി കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഉപദ്വീപീയ നദികൾ പൊതുവെ ജലഗതാഗതത്തിന് യോഗ്യമല്ല. അതിന് കാരണം എന്താ? അത് ഇടയ്ക്കിടയ്ക്ക് വറ്റിപ്പോവും അല്ലേ? അതായത് മഴ കുറവായി കഴിഞ്ഞാലും ഒക്കെ വറ്റിപ്പോവും. ഹിമാലയൻ നദികൾ വറ്റാത്തതിന് കാരണം എന്താണ്? മഴ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും അവിടെ ഈ മഞ്ഞുരുകുന്ന വെള്ളം ഉണ്ടായിരിക്കും. പക്ഷെ മഞ്ഞുരുകുന്ന വെള്ളമൊന്നും ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ നദികൾ മഴയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതിനാൽ എല്ലാ സമയത്തും ഒരേപോലെ വെള്ളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം 3 പോയിന്റ്സാണ് ഓർത്ത് വെച്ചേക്കേണ്ടത്. ഉപദ്വീപീയ നദികൾ കാലിക സ്വഭാവമുള്ളവയാണ്. ഓരോ കാലത്തിനനുസരിച്ച് അതിൽ വെള്ളം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഉപദ്വീപീയ നദികൾ ഒഴുകുന്നത് പാറകൾ നിറഞ്ഞ പീഠഭൂമി മേഖലയിലൂടെയാണ്. അപ്പോൾ അടിയിൽ പാറക്കെട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ജലഗതാഗതത്തിന് അത്ര യോഗ്യമായിരിക്കും? അല്ല, ഷിപ്പിൻ്റെ അടിഭാഗം അങ്ങനെ ഷിപ്പ് തന്നെ ഇല്ല, ജലഗതാഗതത്തിന് യോഗ്യമല്ല. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. ഇനി ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്നതിനെയാണ് വിവിധോദ്ദേശ നദീതട പദ്ധതി എന്ന് പറയുന്നത്. ഈ വിവിധോദ്ദേശ നദീതട പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ പറയാച്ചാൽ വെള്ളപ്പൊക്ക നിയന്ത്രണം, പിന്നെ ജലസേചനം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം, ജലവൈദ്യുതോൽപാദനം, ഉൾനാടൻ ജലഗതാഗതം. ഓക്കെ, അപ്പം വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് വിവിധോദ്ദേശ നദീതട പദ്ധതി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് ആ വിവിധ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ജലസേചനം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം, ജലവൈദ്യുതോൽപാദനം, ഉൾനാടൻ ജലഗതാഗതം. ഓക്കെ, ഇനി ഇന്ത്യൻ ഉപദ്വീപിലെ പ്രധാനപ്പെട്ട വിവിധോദ്ദേശ നദീതട പദ്ധതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ അടുത്ത ഡേ ഒരു എക്സാമിന് ചോദിച്ചു. അതന്നെ ഒരു റെയർ ആയിട്ടാണ് ചോദിച്ചത്. നിസാം സാഗർ എന്ന് പറയുന്നതാണ് ചോദിച്ചത്. അത് ഈ ടേബിളിൽ നിന്നാണ് കേട്ടോ ചോദിച്ചത്. നദി ഗോദാവരിയാണ്. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിലുള്ള പ്രധാനപ്പെട്ട വിവിധോദ്ദേശ നദീതട പദ്ധതികളും അത് ഏത് നദിയിലാണ് എന്നുള്ളതും സംസ്ഥാനം ഏതാണെന്നുള്ളതുമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഹിരാക്കുഡ് പദ്ധതി മഹാനദിയിലാണ്, സംസ്ഥാനം ഒഡീഷ. ഹിരാക്കുഡ് മഹാനദി ഒഡീഷ. ഇനി തുംഗഭദ്ര നദി കർണാടകം. തുംഗഭദ്ര പദ്ധതി തുംഗഭദ്ര നദിയിലാണ്, കർണാടകത്തിലാണ്. ഹിരാക്കുഡ് പദ്ധതി മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. ഈ ഹിരാക്കുഡിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ ഹിരാക്കുഡാണ് ഏറ്റവും നീളം കൂടിയത് കേട്ടോ. ഇന്ത്യയിലുള്ള ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഈ ഒരു ഹിരാക്കുഡ് എന്ന് പറയുന്നത്. പിന്നെ സർദാർ സരോവർ
അത് നർമ്മദ നദിയിലാണ്, ഗുജറാത്തിലാണ്. പിന്നെ കൃഷ്ണരാജസാഗർ അണക്കെട്ട് അത് കാവേരിയിലാണ്, കർണാടകത്തിലാണ്. കാവേരി നദിയിലാണ് കൃഷ്ണരാജസാഗർ. ഓക്കെ, ഇനി ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ റീസെൻ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിസാം സാഗർ വിവിധോദ്ദേശ നദീജല പദ്ധതി അത് ഗോദാവരിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് പോർഷൻസും കൂടി പഠിക്കാനുണ്ട്. നൈസർഗിക സസ്യജാലങ്ങൾ, പിന്നെ ഉപദ്വീപിലെ മണ്ണിനങ്ങൾ, കൃഷി, പിന്നെ ഇവിടെ കുറച്ച് ധാതു നിക്ഷേപങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിനെ കുറിച്ചിട്ടും ഒക്കെ പറയാനുണ്ട്. അപ്പം 9th കുറച്ച് അത്യാവശ്യം കണ്ടന്റ് ഉള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആ പോർഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.